വള്ളങ്ങളായി വരാം. അവരുടെ ഭാഗ്യം കൊണ്ടൊക്കെ ആദ്യ ഹീറ്റ്സിൽ ജയിക്കാം. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹീറ്റ്സ് മത്സരങ്ങൾ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ വിവരണം ഹരികുമാർ വാലേത്ത് നൽകും. നന്ദി ജോസഫ് താങ്കരി. ചുണ്ടൻ വള്ളങ്ങളുടെ 4 മത്സരങ്ങൾ കൂടിയാണ് ഇനി നടക്കാനുള്ളത്. തേർഡ് ലൂസേഴ്സ് ഫൈനൽ, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ, പിന്നെ തീപാറുന്ന ഫൈനൽ മത്സരങ്ങൾ. ഇവിടെ സമയക്രമമാണ് ഈ മത്സരങ്ങളെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ 1ാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളം ഹീറ്റ്സുകളിൽ 13ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. ഫിനിഷ് ചെയ്യുവാനെടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമയമാണ് ഇവിടെ താരം, വേഗതയാണിവിടെ മാനദണ്ഡം. വേഗത്തിൽ വള്ളം പായിക്കാനുള്ള കരുത്താണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ സെൻറ്റ് ജോർജ്, 2ാമത്തെ ട്രാക്കിൽ ചെറുതന, 3ാമത്തെ ട്രാക്കിൽ ശ്രീവിനായകൻ, 4ാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി. സെൻറ്റ് ജോർജ് വള്ളം ഹീറ്റ്സിൽ 13ാമത് ഫിനിഷ് ചെയ്ത വള്ളമാണ്. എടുത്ത സമയം 5 മിനിറ്റ് 25 സെക്കൻഡ് 60 മൈക്രോ സെക്കൻഡ്. ചെറുതന വള്ളം ഹീറ്റ്സിൽ 15ാം സ്ഥാനത്തെത്തിയ വള്ളം ഫിനിഷ് ചെയ്യാനെടുത്ത സമയം 5 മിനിറ്റ് 35 സെക്കൻഡ് 39 മൈക്രോ സെക്കൻഡ്. ശ്രീവിനായകൻ ഹീറ്റ്സിൽ 16ാമതെത്തിയ വള്ളം, ഏറ്റവും അധിക സമയമെടുത്ത വള്ളമാണ്. 5 മിനിറ്റ് 47 സെക്കൻഡ് 57 മൈക്രോ സെക്കൻഡ്. ആയാപറമ്പ് പാണ്ടി ഹീറ്റ്സിൽ 14ാം സ്ഥാനത്തെത്തിയ വള്ളം, 5 മിനിറ്റ് 28 സെക്കൻഡ് 42 മൈക്രോ സെക്കൻഡ്. ഈ വള്ളങ്ങളെപ്പറ്റി പറയുമ്പോൾ പഴയ സെൻറ്റ് ജോർജ് വള്ളത്തിൻ്റെ പകരമായി പുതിയ ചുണ്ടൻ വള്ളം 2014 നീറ്റിലിറക്കി ചങ്ങങ്കരി വേണുവാചാരി എന്ന പള്ളിയോട നിർമ്മിതിയിലെ പ്രതിഭാധനനാണ് സെൻറ്റ് ജോർജ് വള്ളത്തിന് രൂപകൽപ്പന ചെയ്തത്. 52.25 കോൽ നീളം, 81 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 താളക്കാർ അടങ്ങുന്ന ടീമാണ് സെൻറ്റ് ജോർജ് വള്ളത്തിലുള്ളത്. 5 മിനിറ്റ് 25 സെക്കൻഡ് 60 മൈക്രോ സെക്കൻഡ് കൊണ്ട് 13ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് സെൻറ്റ് ജോർജ്. മാരാമണ്ണിൽ നിന്നും കരക്കാർ വാങ്ങിയ പള്ളിയോടം കോവിൽമുക്ക് നീലകണ്ഠനാചാരി ചുണ്ടൻ വള്ള ഗണനയിൽ വരുത്തിയ ചുണ്ടൻ വള്ളം 1984 പുതിയ വള്ളം നീറ്റിലിറക്കി. 2004 നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വള്ളം 9 തവണ റണ്ണറപ്പായ ചുണ്ടൻ വള്ളമാണ്. 2021 ആഗസ്റ്റ് 21-ാം തീയതി നിലവിലെ പുതിയ ചുണ്ടൻ വള്ളം നീറ്റിലിറക്കി. 787 ഓഹരി ഉടമകളുടെ 52.25 കോൽ നീളം, 81 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 നിലക്കാർ, 4 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ ഒന്നിച്ചൊന്നായി തുഴഞ്ഞു വരികയാണ്. ലൂസേഴ്സ് ഫൈനൽ സെൻറ്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ, ആയാപറമ്പ് പാണ്ടി എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ്. ശ്രീവിനായകൻ 2008 നീരണിഞ്ഞ കരുവാറ്റ ശ്രീവിനായകൻ ചുണ്ടൻ വള്ളമാണ്. നിരവധി പ്രാദേശിക മത്സരങ്ങളിൽ ഇതിനകം കരുത്ത് കാട്ടിയ ജേതാവ്. 53.25 കോൽ നീളം, 77 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 നിലക്കാർ അടങ്ങുന്ന പോരാളി സംഘം വള്ളത്തിൽ മത്സരത്തിനെത്തുന്നു. ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയെ പറ്റി പറയുമ്പോൾ 2 കരകൾ ഒന്നിച്ച് ഒരു ചാല് രൂപം കൊണ്ടപ്പോൾ 2 കരകൾ വിഭജിച്ച് പോകാതിരിക്കുവാനായി ആ കരക്കാരുടെ പേരാണ് ആയാപറമ്പ് പാണ്ടി. 2 കരകളുടെ പേരുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടുനിർത്തുന്ന വള്ളം 5 മിനിറ്റ് 28 സെക്കൻഡ് 42 മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് 14ാം സ്ഥാനത്തെത്തിയ വള്ളം. അങ്ങനെ 1 മുതൽ 4 വരെയുള്ള ട്രാക്കുകളിലൂടെ കിഴക്കേ അറ്റത്തെ ട്രാക്കിൽ സെൻറ്റ് ജോർജ്, 1ാമത്തെ ട്രാക്കിലും ചെറുതന, 2ാമത്തെ ട്രാക്കിലും 3ാമത്തെ ട്രാക്കിൽ ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതന വള്ളം 2004 നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയെങ്കിൽ ശ്രീവിനായകൻ കരുത്ത് കാട്ടിയിരിക്കുന്നത് നിരവധി പ്രാദേശിക മത്സരങ്ങളിലാണ്. അതുപോലെ തന്നെ ആയാപറമ്പ് പാണ്ടിക്കും സെൻറ്റ് ജോർജിനുമൊക്കെ ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാനുള്ള മത്സരങ്ങളിൽ അവർ യത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ, ആയാപറമ്പ് പാണ്ടി. 1ാമത്തെ ട്രാക്കിലൂടെ വരുന്ന ശ്രീവിനായകനും 4ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന ആയാപറമ്പ് പാണ്ടിയും ഒരു വ്യക്തമായ മുന്നേറ്റം കൈവരിക്കുമ്പോൾ 12ാം നമ്പർ വള്ളം സെൻറ്റ് ജോർജ് വള്ളമാണ് വാശിയോടുകൂടി നിൽക്കുന്നത്. ആയാപറമ്പ് പാണ്ടി 19ാം നമ്പർ വള്ളം വളരെ വ്യക്തമായി 4ാമത്തെ
ട്രാക്കിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സെന്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ എന്നിവയിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ഹീറ്റ്സിൽ 14ാമത് ആയാപറമ്പ് പാണ്ടി തന്നെ മുന്നിലേക്ക് കടന്നിരിക്കുന്നു. രണ്ട് കരക്കാരുടെ കരുത്ത്, ആയാപറമ്പ് കരയുടെയും പാണ്ടിക്കരയുടെയും കരുത്തത ഇവിടെ വ്യക്തമാകുന്നു. ചെറുതന തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ആയാപറമ്പ് പാണ്ടി ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ ചെറുതന പുത്തൻ ചുണ്ടൻ രണ്ടാമതായി ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. 15ാം സ്ഥാനത്ത് ഹീറ്റ്സിലെത്തിയ വള്ളമാണ്. 5 മിനിറ്റ് 35 സെക്കൻഡ് 39 മൈക്രോ സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത വള്ളം അല്പം കൂടി ഒരു മെച്ചപ്പെട്ട സമയം കൈവരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആയാപറമ്പ് പാണ്ടിയും ചെറുതനയുമാണ് മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും. ജവഹർ തായങ്കരിയും വലിയ ദിവാൻജിയും സെൻറ്റ് പയസ് 10ും ആനാരി. ആയാപറമ്പ് പാണ്ടി ഫിനിഷ് ചെയ്യുന്നതിൻ്റെ സ്ലോ മോഷനാണ് കാണുന്നത്. ആയാപറമ്പ് പാണ്ടി ഒന്നാമതായി തേർഡ് ലൂസേഴ്സ്